അസ്സലാമലൈക്കും കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം നാടൻ ചക്കപ്പുഴുക്ക്. നല്ല പച്ച ചക്കയും തേങ്ങയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ പുഴുക്കിൻ്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് ആദ്യമായി നമുക്ക് വേണ്ടത് പച്ച ചക്കയാണ്. ഒരു ചെറിയ ചക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 ലിറ്ററിൻ്റെ കുക്കറിൽ കൊള്ളുന്ന അത്രയും ചക്കയാണ് ഉള്ളത്. ചക്കയുടെ കുരുവും മറ്റും കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കണം. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ശേഷം കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4-5 ചെറിയുള്ളിയും 6-7 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും 1/4 കപ്പ് വെള്ളവും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർക്കണം. അത് കാണിക്കാൻ ഞാൻ മറന്നതാണ്. ശേഷം ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ് എയർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ ചക്ക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി ഉടച്ചു കൊടുക്കാം. ചക്ക ഈ രീതിയിലാവുന്നത് വരെ നന്നായി ഇളക്കണം. ശേഷം സ്റ്റൗ ഓണാക്കി ചക്ക ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചക്കയൊന്ന് വറവിട്ടെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് കൂടി ചേർത്താൽ നന്നാവുന്നതാണ്. ഇതിനി നമുക്ക് ചക്കയിലേക്ക് ഒന്നൊഴിച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നല്ല മാങ്ങയിട്ട ചെമ്മീൻ കറിയോ ഇറച്ചിക്കറിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.